പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാലിയേക്കരയിലെ ടോൾ പിരിവ് തുടരണമെന്നതിൽ ഹൈക്കോടതി ഇന്ന് തീരുമാനമെടുത്തേക്കും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ടോൾ നിരക്ക് കുറയ്ക്കുന്നതിലും ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുത്തേക്കും. നിരക്ക് കുറയ്ക്കുന്നതിൽ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കും. ജെയ്സൺ ചമ്മവളപ്പിലുണ്ട് പാലിയേക്കരയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ. ഇന്ന് തീരുമാനമുണ്ടാകും എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കരുതുന്നു. ഒരുപക്ഷെ തീരുമാനമുണ്ടായാൽ പൂർണ്ണമായ തോതിൽ ടോൾ പിരിക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നില്ല. എന്തൊക്കെയാണ് സാധ്യതകൾ? ഇപ്പോൾ ഈ ഇടപ്പള്ളി മണ്ണുത്തിപ്പാതയിലെ വലിയ കുരുക്കു അഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. പക്ഷേ അങ്ങോട്ട് അങ്ങനെ അത്ര വൃത്തിയായിട്ടില്ല അല്ലേ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ടോൾ പ്ലാസയ്ക്ക് അരികിലാണ്. കഴിഞ്ഞ 70 ദിവസമായി പ്രതീക്ഷയോടുകൂടി ഒരു ഭാഗത്ത് ദേശീയപാത അതോറിറ്റിയും മറുഭാഗത്ത് ജനങ്ങളും സാധാരണ ജനങ്ങളും നോക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ടോൾ പ്ലാസ എന്ന് പറയുന്നത്. ഈ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കുകളെ കുറിച്ച് എത്രയോ കാലമായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ പ്രതീക്ഷ മുഴുവൻ ഇന്ന് ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും ടോൾ നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന റിപ്പോർട്ടിലാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. ആ പ്രതീക്ഷ അവർ നമ്മളുടെ പ്രതീക്ഷിക്കാത്ത ഉയർന്നില്ലെങ്കിൽ കോടതി ഉയരുമെന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 70 ദിവസമായി എനിക്ക് പുറകിൽ കാണുന്ന ടോൾ പ്ലാസ പൂട്ടിയിട്ടിട്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സിറ്റിങ്ങിൽ വേണമെങ്കിൽ ഹൈക്കോടതിക്ക് ഒരു ഉത്തരവിടാമായിരുന്നു. പക്ഷേ ഹൈക്കോടതി എന്താണ് ചെയ്തത്? കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു, ചോദിച്ചു, നിരക്ക് കുറച്ചുകൂടെ, റോഡ് വൃത്തിയായിട്ടില്ല, കാര്യമായ രീതിയിൽ പണി നടക്കുന്നില്ല, യാത്ര സുഗമമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ടോൾ നിരക്ക് കുറയ്ക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ റിപ്പോർട്ട് ഇന്ന് നൽകുമെന്നാണ് സോളിസിറ്റർ ജനറൽ പറഞ്ഞത്. അതിനെ ആശ്രയിച്ചിരിക്കും തുടർ നടപടികൾ. ഇന്ന് ഒരു തീരുമാനമുണ്ടാകുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഏവരുമുള്ളത്. അരുൺകുമാർ. ഓക്കെ ജെയ്സൺ, ഞാൻ ജെയ്സൺ ഇങ്ങനെ ദേശീയപാതയിൽ നിന്നപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. നേരിട്ട് മീറ്റിങ്ങിനിടയിൽ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. ജെയ്സൺ ഇടയ്ക്കിടയ്ക്ക് യാത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ യാത്രയൊക്കെ അവസാനിപ്പിച്ചു, കാണുന്നില്ല? യാത്രകളൊക്കെ ഇനി തുടരണം. കാരണം നല്ല കാലാവസ്ഥയിലേക്ക് വരികയാണ്. യാത്രകളില്ലാത്തൊരു ജീവിതം നമുക്കില്ലല്ലോ. ഇടയ്ക്ക് യാത്രയ്ക്ക് പോയി വരുമ്പോഴാണ് നമുക്കൊന്ന് ഫ്രഷ് ആവാൻ, റീഫ്രഷ് ആവാൻ, നമുക്ക് കൂടുതൽ ഊർജ്ജം കിട്ടുക. ആ യാത്രകളില്ലെങ്കിൽ നമ്മൾ മരിച്ചു എന്നാണ് അർത്ഥം. മനുഷ്യൻ ചലിക്കുമ്പോഴാണല്ലോ മനുഷ്യന്റെ ജീവിതക്രമം മുന്നോട്ട് പോകുന്നത്. ആ യാത്രയും കർമ്മവും എല്ലാം കൂടിയുള്ള ഒരു ജീവിതാവസ്ഥയിലേക്കാണ് നാം കടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ജെയ്സൺ. അപ്പോൾ യാത്രയൊക്കെ പോയി വരിക, യാത്രയൊക്കെ തീരുമാനിക്കുക. ചലിച്ചിരുന്ന മനുഷ്യന് പിടിച്ചിരുന്നു എന്നാണല്ലോ കവി പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഉറച്ചിരുന്നവൻ ഒലിച്ചു പോകുന്ന അവസ്ഥയും പിടിച്ചിരുന്നവർ ഒലിച്ചു പോവുകയും ചലിച്ചിരുന്നവർ പിടിച്ചു നിൽക്കുകയും ചെയ്യും എന്നാണ് നമ്മൾ പറയുക. അതുകൊണ്ട് എപ്പോഴും ചലിച്ചിരിക്കുക, എപ്പോഴും യാത്രകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ യാത്രയും നമ്മളെ ഓരോ പുതിയ മനുഷ്യനാക്കി മാറ്റും എന്നുള്ളതാണ്. യാത്ര ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത് കേട്ടോ. അതിന് ഞാനൊരു കാര്യം കൂടി പ്രേക്ഷകരോട് പറഞ്ഞുതരാം. നിങ്ങൾ പലപ്പോഴും ഒറ്റയ്ക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഭംഗിയുണ്ടാവും. ഒറ്റയ്ക്ക് നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സന്തോഷവാന്മാരായിരിക്കും അത്രേ. നിങ്ങൾ ഒറ്റയ്ക്കാണ് ചില യാത്രകൾ പോകുന്നതെങ്കിൽ ആ യാത്രയ്ക്ക് പ്രത്യേക ഭംഗിയുണ്ടായിരിക്കും അത്രേ. അപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചില യാത്രകൾ, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചില കുഞ്ഞു കുഞ്ഞ് തയ്യാറെടുപ്പുകൾ, ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റയ്ക്കും വേണമെങ്കിൽ യാത്ര ചെയ്യാം. പ്രിയപ്പെട്ടവരെ,